2000-2002 കാലഘട്ടങ്ങളിൽ മലപ്പുറത്ത് ഒരു മാർഷൽ ആർട്സിന്റെ ക്ലാസ്, അതായത് കരാട്ടെ ക്ലാസ്സിന് പോയിരുന്നുണ്ടോ, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോട്ടപ്പടി നമ്മളെ പഴയ സ്റ്റാൻഡിന്റെ ബിൽഡിംഗ് ഉണ്ടല്ലോ, പഴയ സ്റ്റാൻഡിന്റെ ബിൽഡിങ്ങിന്റെ മേലായിരുന്നു കുറേ കാലം ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോഴത്തെ നമ്മൾ കിഴക്കേത്തുള്ള പ്രകൃതി സിൽക്സിന്റെ ബിൽഡിങ്ങിന്റെ അടിയിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചില ദിവസങ്ങളിൽ എന്തെങ്കിലും സംശയം ചോദിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് സമയം തരും മാഷ്. അപ്പം എൻ്റെ ഒപ്പം ഇരിക്കുന്ന ഒരു കുട്ടി ചെറിയ ഡൗട്ട് വെച്ചു, മാഷെ ഞാൻ 2-3 മാസം ലീവായിരിക്കും, അപ്പം എനിക്ക് പുസ്തകത്തിൽ നോക്കിക്കാണ്ട് ഇത് അഭ്യസിച്ചാൽ പ്രാക്ടീസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ചോദിച്ചു. അപ്പോൾ മാഷ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോൾ കരാട്ടെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ള പുസ്തകമൊക്കെ ഇപ്പോൾ കിട്ടാണ്ട് അതുകൊണ്ട് പോയതിൻ്റെ വക്കിന് പോവുക, എന്നിട്ടൊരു തോർത്ത് കൊണ്ട് നന്നായി മുറുക്കിയെടുക്കുക, എന്നിട്ട് ആ പുസ്തകത്തിൽ പറഞ്ഞ പോലെ കൈ രണ്ടും മേലോട്ട് ഉയർത്തി വെള്ളത്തിൽ ഒരൊറ്റ ചാട്ടം, എന്നിട്ട് കൈയും കാലോട്ട് ഇങ്ങനെ അടിക്കുക. കൈയും കാലോട്ട് അടിക്കുമ്പോൾ തന്നെ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നീന്ത അറിയുന്ന ആരെങ്കിലും ഒപ്പം ചാടേണ്ടി വരും, മയത്തിസ്കാരം അന്ന് തന്നെ നടത്തേണ്ടി വരും എന്നും പറഞ്ഞു. എന്നതുപോലെയാണ് ഇപ്പോഴത്തെ യൂണിവേഴ്സിന്റെ കഥ. പുസ്തകത്തിൽ നോക്കിയായിട്ട് ഭരിക്കാൻ വന്ന പോലെയാണ് ഇപ്പോൾ സംഭവം. പ്രാക്ടിക്കലായിട്ട് ഒന്നും ചെയ്യാൻ കഴിയണില്ല, വെറും ബടായി മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വൈദ്യുതി മന്ത്രിനോട് പറഞ്ഞു 10 വർഷമായിട്ട് കറണ്ട് കട്ടില്ലായിരുന്നു, ഇപ്പം എന്താ ഇങ്ങനെ കറണ്ട് കട്ട് വെച്ചു പറയണേ, മഴ തീരല്ലാന്ന്. ആരോഗ്യമന്ത്രിനോട് പറഞ്ഞു 100 കണക്കിന് ആളുകൾ മരിച്ചു, കേരളം ആകെ പനി പിടിച്ച് ഭീതി പിടിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പറയണേ മഴ കൂടുതലാണ്, അതാണ് പ്രശ്നം എന്നുള്ളത്. എന്താ ചെയ്യലേ? കേരളത്തിലെ ജനങ്ങളോടാണ് നിങ്ങൾക്കിത് കിട്ടണം, പക്ഷെ നിങ്ങൾക്കിത് കിട്ടുമ്പോ ഞങ്ങൾക്ക് ഇത് കിട്ടണം എന്നൊരു സങ്കടം കേട്ടോ, സത്യമായിട്ട്. അതാണ് ആലോചിക്കണം. വോട്ട് കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും.